നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ നിന്ന് വിനി ജൂനിയർ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. അതെ, ബയേൺ മ്യൂണിക്കും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സാന്റിയാഗോ ബെർണാബോവിൽ തീ പടരും. റയലിന്റെ ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്ന് വിനി ജൂനിയർ തന്നെയാണ്. അലിയൻസ് അറീനയിൽ പോയി 2-2 സമനില പിടിച്ചു വരുമ്പോൾ 2 ഗോളുകളും വിനി ജൂനിയറുടെ വകയായിരുന്നു. പോയ വാരത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം യുവേഫ കൊടുത്തതും പ്ലെയർ ഓഫ് ദി വീക്ക് ആയിട്ട് തെരഞ്ഞെടുത്തതും ഒക്കെ വിനി ജൂനിയർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കളിയിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ ഒരു മാസ്മരിക പ്രകടനം എന്തായാലും റയൽ മാഡ്രിഡിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തെ കണക്കെടുക്കുക, 2021-22 സീസൺ മുതലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഗോൾ കോൺട്രിബ്യൂഷന്റെ കണക്കെടുക്കുക. കരീം ബെൻസീമ 22 ഗോൾ കോൺട്രിബ്യൂഷനുമായിട്ട് 5ാം സ്ഥാനത്ത് നിൽപ്പുണ്ട്. ബെൻസീമ പക്ഷേ ഈ സീസൺ കളിക്കാനില്ല, അദ്ദേഹം ഏഷ്യയിലേക്ക് പോയി. എർലിംഗ് ഹാലൻഡ് പൊളിച്ചെടുക്കുന്ന ഗോൾ സ്കോററാണല്ലോ. അപ്പോൾ കഴിഞ്ഞ 2021-22 സീസൺ മുതലുള്ള UCL അദ്ദേഹത്തിന്റെ കണക്കെടുത്താൽ 23 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹത്തിന്റെ വക. പിന്നെ റോബർട്ട് ലെവൻഡോസ്കി മൂന്നാമതാണ്, 25 ഗോൾ കോൺട്രിബ്യൂഷൻസ്. കിലിയൻ എംബാപ്പെ 29 ഗോൾ കോൺട്രിബ്യൂഷനുമായി രണ്ടാമതാണെങ്കിൽ എംബാപ്പയും ലെവൻഡോസ്കിയും ഹാലൻഡും ഒക്കെ വിനി ജൂനിയർക്ക് പുറകിലാണ്. ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞ കാലയളവിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കൊടുത്തത് വിനി ജൂനിയർ ആണ്, 32 ഗോൾ കോൺട്രിബ്യൂഷൻസ്. തീർച്ചയായിട്ടും ഇത്തവണ ബാലൺ ഡിയോറിൽ കണ്ണു നട്ടുകൊണ്ട് തന്നെയാണ് വിനി ജൂനിയറുടെ കുതിപ്പ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിന് മുത്തമിടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബാലൺ ഡിയോർ കണ്ടന്ററായിട്ട് അവിടെ വിനി ഉണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.